എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്ററി ഓഫ് ദി ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന പുസ്തകം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലെ 6ാമത്തെ ബ്ലോക്കിലെ അവസാനത്തെ യൂണിറ്റ്, അതായത് 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഹിന്ദു മഹാസഭ ആൻഡ് മുസ്ലിം ലീഗ് എന്ന യൂണിറ്റാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഇതിലെ ഏറ്റവും അവസാനത്തെ യൂണിറ്റ്. അതിലെ ഹിന്ദു മഹാസഭയുടെയും മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്താൻ പോവുകയാണ്. മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭ ഒന്ന് മുസ്ലിങ്ങൾക്കായിട്ടും മറ്റൊന്ന് ഹിന്ദുക്കൾക്കായിട്ടും വന്നിട്ടുള്ള രണ്ട് സംഘടനകളാണ്. കമ്മ്യൂണൽ ഓർഗനൈസേഷൻസ് തന്നെയാണ്, വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഓർഗനൈസേഷൻസ്, സംഘടനകൾ തന്നെയാണ് ഇത് രണ്ടും. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വരുന്നത് 1906 ഓൾ ഇന്ത്യ മഹാസഭ, ഹിന്ദു മഹാസഭ വരുന്നത് 1915. അപ്പോൾ 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വരുന്നു, 1915 ഓൾ ഇന്ത്യ ഹിന്ദു മഹാസഭയും വരുന്നു. ഇനി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിംസിന്റെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കാനും മുസ്ലിംസിന് പല രീതിയിലുള്ള അവകാശങ്ങൾ നേടിക്കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ മുസ്ലിംസിന് കാര്യമായിട്ട് പ്രാതിനിധ്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് INCക്ക് എതിരെയുള്ള പ്രവർത്തനത്തിനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആദ്യകാലങ്ങളിൽ വന്നിട്ടുള്ളത്. 1901 ഇത്തരം ഒരു പൊളിറ്റിക്കൽ പാർട്ടി, രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളെല്ലാം നടക്കുന്നത്. അങ്ങനെ സെപ്റ്റംബർ 1906 ലക്നൌവിൽ വെച്ച് കൂടിയിട്ടുള്ള ഒരു യോഗത്തിലാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന് രൂപം നൽകുന്നത്. ലക്നൌവിൽ വെച്ചിട്ടാണ് ഇതിന് രൂപം നൽകുന്നത്. പിന്നെ ഒക്ടോബർ 1906 സിംലയിൽ വെച്ചിട്ട് ഇതിന് പൂർണ്ണമായിട്ടുമുള്ള ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നൊക്കെയുള്ള തീരുമാനങ്ങളും എടുക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ ആദ്യകാലങ്ങളിൽ മുസ്ലിം ലീഗിന്റെ ആദ്യ പ്രസിഡന്റ് ആയിട്ട് വന്നത് സുൽത്താൻ മുഹമ്മദ് ഷായാണ്. ഇദ്ദേഹത്തിനെ തന്നെയാണ് ആഗാ ഖാൻ മൂന്നാമൻ എന്നും അറിയപ്പെട്ടത്. ആഗാ ഖാൻ മൂന്നാമൻ അഥവാ സുൽത്താൻ മുഹമ്മദ് ഷായാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഒരു ലീഡർ എന്ന് പറയുന്നത് മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിന്റെ മെമ്പറായിട്ട് 1913 രംഗപ്രവേശം ചെയ്യുന്നത്. ഇതിന് അങ്ങോട്ട് മുസ്ലിം ലീഗിന്റെ പ്രധാന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് മുഹമ്മദ് അലി ജിന്നയാണ്. നമ്മൾ പറഞ്ഞു 1916 കാലഘട്ടത്തിലൊക്കെയാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് കൂടെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ഇൻഡിപെൻഡന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയത് 1916 ദെൻ ഈ ഹോം റൂൾ, സ്വരാജ്യം എന്ന് പറയുന്ന ആശയത്തിനെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും പ്രോത്സാഹിപ്പിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. ജിന്ന മുസ്ലിംസിന്റെ എല്ലാവരുടെയും അഭിപ്രായം, വിവിധങ്ങളായിട്ടുള്ള മുസ്ലിംസ് പണ്ഡിതന്മാരുടെയും ജനവിഭാഗങ്ങളുടെയൊക്കെയും അഭിപ്രായം എടുത്തുകൊണ്ട് ഒരു 14 പോയിന്റ്സ് മുഹമ്മദ് അലി ജിന്ന രൂപീകരിക്കുകയും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൈമാറുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ പ്രധാനമായിട്ടും അവർ മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത് മുസ്ലിംസിന് സെൻട്രൽ ഗവൺമെന്റിൽ 1/3 പ്രാതിനിധ്യം വേണമെന്നുള്ളതാണ്. കേന്ദ്ര ഭരണത്തിൽ മുസ്ലിംസിന് 1/3 പ്രാതിനിധ്യം വേണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ആവശ്യമെന്ന് പറയുന്നത്. പിന്നെ മുസ്ലിം ലീഗ് വിവിധ കാലഘട്ടങ്ങളിൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യം രൂപീകരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും കൂടെ നിൽക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ പിന്നീട് 1940 ഇന്ത്യയുടെ സാഹചര്യം മാറുകയും അതേസമയം മുസ്ലിംസിന് ആദ്യകാലം മുതൽക്കേ ഒരു പേടിയുള്ള കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് ഇവിടെ ഹിന്ദു മെജോറിറ്റിയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള രാജ്യമായിരുന്നു. അപ്പോൾ ഈ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള രാജ്യത്ത് അവരധികാരത്തിലേക്ക് വരുമ്പോൾ ഈ മുസ്ലിം വിഭാഗങ്ങളെ തഴയുകയോ അവരെ അടിമകളാക്കുകയോ എന്നുള്ള ഭയം ഈ മുസ്ലിം വിഭാഗങ്ങൾക്ക് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചൊരു ആശങ്കയായിരുന്നു. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ആശങ്കയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ പ്രാതിനിധ്യം ഗവൺമെന്റിൽ 1/3 പ്രാതിനിധ്യം വേണമെന്നുള്ള ആശയം ജിന്ന പ്രകടിപ്പിക്കുകയൊക്കെയും ചെയ്യുന്നത്. പക്ഷെ 1940 പല സ്ഥലങ്ങളിലും പല കമ്മ്യൂണൽ ആയിട്ടുള്ള വർഗീയപരമായിട്ടുള്ള ചേരിതിരിവൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ 1940 മുഹമ്മദ് അലി ജിന്ന തന്നെയാണ് സെപ്പറേറ്റ് നേഷൻ ഫോർ മുസ്ലിംസ്
എന്നുള്ള ആശയവും മുന്നോട്ട് വയ്ക്കുന്നത്. മുസ്ലിംസിന് വേണ്ടിയിട്ട് പ്രത്യേക നേഷൻ വേണമെന്നുള്ള ആശയം ജിന്ന മുന്നോട്ട് വെച്ചു 1940. ഈ തിയറിനെയാണ് 2 നേഷൻ തിയറി എന്ന് അറിയപ്പെടുകയും ചെയ്തത്. അപ്പോൾ ഇവരാണ് 2 നേഷൻ തിയറി മുന്നോട്ട് വെച്ചത്. ഇനി മറ്റൊരു അപ്പോൾ ഇത്രയാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് പാകിസ്ഥാൻ എന്നൊരു പ്രത്യേക ഒരു ആശയത്തിലേക്കൊക്കെ വരുന്നത്. പാകിസ്ഥാൻ ആശയം വരുന്നത് ഏതൊരു അലിയാണല്ലോ, പാകിസ്ഥാൻ എന്നുള്ളൊരു വേർഡ് കൊണ്ടുവരുന്നതൊക്കെ ലിയാഖത്ത് അലിയാണ്. പാകിസ്ഥാൻ എന്ന ടേം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ലിയാഖത്ത് അലി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അതാണ് ഇത്രയാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അതിന്റെ കാലഘട്ടത്തിൽ. ദെൻ ഹിന്ദു മഹാസഭ. ഈ ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത് 1870 തന്നെ ഇന്ത്യയിലുള്ള സോക്കോൾഡ് അപ്പർ ക്ലാസ്, അതുപോലെ തന്നെ പലിശക്കാര്, ഇവരുടെ സാമിന്ദാമാർ, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു സംഘടന ഉണ്ടായിരുന്നു. അത് പിന്നീട് രൂപമാറ്റം വന്നിട്ടാണ് 1915 ഹിന്ദു മഹാസഭയായിട്ട് രൂപീകരിച്ചതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇവിടെ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാർ വരുന്ന വരെ ഇവിടെ ഭരണം നടത്തിയിരുന്നത് മുസ്ലിം ഭരണമായിരുന്നു. അല്ലെ, മുസ്ലിം ഭരണം എന്ന് പറയുമ്പോൾ മുഗളന്മാരായിരുന്നു പ്രധാന ഭരണകൂടം. 1191 മുതൽക്ക് തന്നെ സുൽത്താൻ ഭരണാധികാരം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടം മുതൽക്ക് ബ്രിട്ടീഷുകാർ വരുന്ന ഒരു കാലഘട്ടം വരെ മുഗളന്മാരും സുൽത്താൻമാരുമായിട്ടുള്ള മുസ്ലിം ഭരണകൂടമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത്. അല്ലെ, ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഈ മുസ്ലിം ഭരണത്തിനൊരു അന്ത്യം വരികയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഹിന്ദുവരെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദു മഹാസഭയെ സംബന്ധിച്ചിടത്തോളം പിന്നെയും ഒരു മുസ്ലിം ഭരണം വരുമോ എന്നുള്ള പേടിയായിരുന്നു ഇത്തരത്തിലുള്ള ഹിന്ദു ഓർഗനൈസേഷന് കാരണമായത് എന്നാണ് പറയുന്നത്. അപ്പൊ മുസ്ലിം ലീഗ് ഉണ്ടാവാൻ കാരണം എന്താണ്? ഇവിടെ ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കൾ അവരെ ഭരിക്കും എന്നുള്ള പേടി. അതായത് ഹിന്ദു മഹാസഭ ഉണ്ടാവാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ ഉണ്ടായിരുന്നുള്ള മുസ്ലിം ഭരണകൂടം തന്നെ ഇനിയും അധികാരത്തിലേക്ക് വരുമോ എന്ന പേടി കാരണം ഹിന്ദു മഹാസഭ ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർഗീയ ചിന്താഗതി, അത് തന്നെയാണ് 2 അസോസിയേഷൻ ഉണ്ടാവാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ ഹിന്ദു മഹാസഭ ആദ്യകാലങ്ങളിൽ വിശ്വസിച്ചിരുന്നത് ഈ ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ടാണ് മുസ്ലിം ഭരണത്തിൽ നിന്ന് ഇന്ത്യ മോചിപ്പിക്കപ്പെട്ടത് എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. മുസ്ലിം ടിറണി എന്നാണ് പറയുന്നത്. അതായത് മുസ്ലിങ്ങളുടെ ഭരണത്തിൽ നിന്ന് ഇന്ത്യ മോചിപ്പിക്കപ്പെട്ടത് ബ്രിട്ടീഷുകാരുടെ വരവ് കൊണ്ടായിരുന്നു എന്ന് ഹിന്ദു മഹാസഭ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യകാലത്തുള്ള ഹിന്ദുക്കളുടെ ഓർഗനൈസേഷനൊന്നും ഈ ബ്രിട്ടീഷ് ഭരണത്തിനെ എതിർക്കുകയോ ബ്രിട്ടീഷ് ഭരണത്തിനെ ചോദ്യം ചെയ്യുകയോ ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് പശുക്കളെ വെട്ടാൻ പാടില്ല. 1890 വ്യാപകമായിട്ട് പശുക്കളെ ഇറച്ചിക്കായിട്ട് കൊല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നിർത്തലാക്കണം, ആൻറ്റി കൗ സ്ലോട്ടറിങ്, ഇങ്ങനത്തെ കുറേ പരിപാടികളാണ് ഇവർ പ്രധാനമായിട്ട് നടത്തിയിട്ടുള്ളത്. ഉത്തർപ്രദേശ്, ബീഹാർ ഇവിടങ്ങളിലൊക്കെയാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഹിന്ദി ഒരു പ്രധാന ഭാഷയായിട്ട് കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. കാരണം മുസ്ലിംസിന്റെ ഭാഷയാണ് ഉറുദു, ഹിന്ദുക്കളുടെ ഭാഷ ഹിന്ദി, അതായിരുന്നു ഇവരുടെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് ഹിന്ദി ഒരു പ്രധാന ഭാഷയായിട്ട് കൊണ്ടുവരാൻ ഇവർ ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലെജിസ്ലേച്ചറിൽ, അതായത് ഭരണത്തിന്മേലെ ഹിന്ദുക്കൾക്ക് പ്രാധാന്യം ലഭിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും ഇവർ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ആദ്യകാല ഇതാണ് പഞ്ചാബ് ഹിന്ദു സഭ. 1909 UN മുഖർജിയാണ് രൂപീകരിക്കുന്നത്. അതാണ് ഇതിന്റെ ആദ്യത്തെ ഫോം എന്ന് പറയുന്നത്. പഞ്ചാബ് ഹിന്ദു സഭ 1909 UN മുഖർജിയുടെയും ലാൽചന്ദിന്റെയും നേതൃത്വത്തിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഏപ്രിൽ 1915 ഓൾ ഇന്ത്യ ഹിന്ദു സഭയെല്ലാം രൂപീകരിക്കുന്നത്. മഹാരാജ ഓഫ് കാസിം ബസാറിലെ മഹാരാജ ആണ് ഈ ഒരു ഓർഗനൈസേഷന് ആഹ്വാനം ചെയ്യുന്നത്, ഓൾ ഇന്ത്യ ഹിന്ദു മഹാസഭയ്ക്ക് ആഹ്വാനം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹിന്ദു വർഗീയത അല്ലെങ്കിൽ ഹിന്ദു വർഗത്തിന്റെ ഒരു കൂട്ടായ്മയായിരുന്നു ഹിന്ദു മഹാസഭ. ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എലിറ്റിസ്റ്റ് ഗ്രൂപ്പായിരുന്നു. ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യകാലങ്ങളിൽ ഹിന്ദുസിന്റെ ഇടയ്ക്ക് ഈ കാസ്റ്റിസം, ജാതീയത വളരെ നല്ലോണം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ സോക്കോൾ സവർണ ജാതിക്കാർ മാത്രം ഇതിലുണ്ടായിരുന്നല്ലോ, മറ്റുള്ളവരെ ഇവർ അംഗീകരിക്കുകയും ചെയ്യില്ലായിരുന്നു. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഹിന്ദു മഹാസഭയ്ക്ക് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇത്രയാണ് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനം. ഇവർ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും ആദ്യകാലത്ത് കാര്യമായി പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. ഇതാണ് ഹിന്ദു മഹാസഭ മുസ്ലിം ലീഗിന്റെയും പ്രവർത്തനങ്ങൾ. ഇത്രയാണ് ഈ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക്